ദേശീയപാതയിൽ മുക്കാളിയിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴുന്നത്. വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാഹുൽ കെ വി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വലിയ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു എന്ന തോതിലുള്ള അപകടത്തിന്റെ ദൃശ്യം. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്നത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. നാദു, മഴക്കാലമായതോടുകൂടി തന്നെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങളും തുടർച്ചയാണ്. മുക്കാളിയിലും വടകരയിലുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ചെറുതും വലുതുമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ 8 മണിയോടുകൂടിയാണ് മുക്കാളിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണ് മാറ്റിയ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നു. അതാണ് ഇടിഞ്ഞു വീണത്. വാഹനങ്ങൾ നിരവധിയായി കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചത്. അതിൽ ആർക്കും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതായത് മണ്ണ് മാറ്റിയ സ്ഥലത്ത് അത് ഇടിയുന്നതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം തന്നെ ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. കഴിഞ്ഞ കാലവർഷത്തിലും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്നൊരു ആവശ്യം ദേശീയപാത അതോറിറ്റിയോട് വയ്ക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ മാസമാണ് ഈ വിധത്തിൽ കോൺക്രീറ്റ് ഇട്ടത്. പക്ഷേ അതിപ്പോൾ തകർന്നു വീഴുകയും ചെയ്തു എന്നതാണ്. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് ഈ അപകടത്തെ തുടർന്ന് എത്രത്തോളം ദൂരത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്? അതായത് നിലവിൽ ഇതിപ്പോൾ ഏകദേശം ഒരു 10 മീറ്ററോളം ഭാഗത്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാലവർഷത്തിലും ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്നൊരാവശ്യമാണ് ദേശീയപാത അതോറിറ്റിക്ക് മുൻപാകെ വച്ചിരുന്നത്. തുടർന്ന് കഴിഞ്ഞ മാസമാണ് ഈ വിധത്തിൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കോൺക്രീറ്റ് ഇട്ടിരുന്നത്. പക്ഷേ അതിന്ന് രാവിലെ വീണ്ടും തകർന്നു വീണു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, യാത്രക്കാർക്ക് ആർക്കും തന്നെ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ അതിലൂടെ പോയ ആളുകൾക്കോ ഒന്നും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായി വന്നു. തുടർന്ന് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്നും അതുപോലെ വടകര ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൈനാട്ടി ഭാഗത്തുകൂടി തിരിഞ്ഞു പോകണം എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ വച്ചിട്ടുള്ളത്. ആ മേഖലയിൽ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജില്ലയിൽ മഴയുടെ പൊതുസ്ഥിതി കൂടി നോക്കിക്കഴിഞ്ഞാൽ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ എല്ലാ മേഖലയിലും പെയ്യുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല എന്നത് ആശ്വാസമായി നിൽക്കുന്നു. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.